ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 3 ഫേസ് RCCBനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ വീടുകളിൽ നമ്മൾ DB കാര്യങ്ങൾ, അതായത് DB കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് 3 ഫേസിൻ്റെ DB നമ്മൾ വെക്കുന്ന സമയത്ത് അതിൽ ഉപയോഗിക്കുന്ന RCCB ആണ് 3 ഫേസ്. അപ്പോൾ അതിൻ്റെ 4 പോൾ എന്നാണ് കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 40 ആംസ് 40 ആൻഡ് 30 മില്ലി ആംപിയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ MRP കാര്യങ്ങൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ എൻ്റെ MRP കൊടുത്തിട്ടുണ്ട്. ഏകദേശം റേറ്റ് എത്ര വരുന്നത് 4150 റേറ്റ് വന്നിരിക്കുന്നത്. LNTയുടെ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കാണുന്ന ഒരു പേപ്പർ ഉണ്ട്, അത് ഒരിക്കലും കളയരുത്. അതാണ് വളരെ അത്യാവശ്യമുള്ളത്. കാരണം ELCB അല്ലെങ്കിൽ RCCB നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു സീരിയൽ നമ്പർ ഉണ്ട്. ആ സീരിയൽ നമ്പർ വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻസ് എടുക്കണമെങ്കിൽ, അതായത് ടെമ്പററി കണക്ഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ടാവും, അത് സാധാരണ നോർമൽ കണക്ഷനിലേക്ക് ആക്കുന്നെങ്കിലും, അതായത് KSEBയിൽ അപേക്ഷ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് ഈ പേപ്പർ നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കണം. അത് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് RCCBയുടെ തന്നെ സീരിയൽ നമ്പറാണ് ഈ വരുന്നത്. ഈ സീരിയൽ നമ്പർ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്ത് അതിൻ്റെ കൂടെ കൊടുത്താൽ മാത്രമേ നമുക്ക് കണക്ഷൻസ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ പേപ്പർ ഒരിക്കലും കളയരുത്. അപ്പോൾ RCCBയുടെ അതിൻ്റെ അകത്താണ് അത് വരുന്നത്. അപ്പോൾ എൻ്റെ MRP നിങ്ങൾ കണ്ടു. ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് 40 ആംസ് യൂസ് ചെയ്യാറുണ്ട്, 63 ആംസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന RCCB നമ്മൾ 3 ഫേസ് DBയിൽ കൊടുക്കുന്ന സ്ഥലം ആദ്യമേ തന്നെ 3 ഫേസ് DB എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പം വരുന്നതാണ്. 3 ഫേസ് എന്ന് പറയുമ്പോൾ 3 ഫേസും ഒരു ന്യൂട്രലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അത് മാത്രമല്ല അതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് നോക്കണം. ആദ്യമേ തന്നെ ഇതാണ് 3 ഫേസ് നമ്മൾ കണ്ട RCCB വരുന്നത്. LNTയുടെ ആണ് വന്നിരിക്കുന്നത്. 40 ആംസ്. ഇതിൻ്റെ മുകളിൽ കണ്ട 3-4 ഹോളുകൾ കാണാൻ സാധിക്കും. ഇവിടെ അത് സ്ക്രൂ ടൈപ്പാണ് വരുന്നത്. ഇതിലാണ് നമ്മൾ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അത് ലൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമുക്ക് വയർ കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. ആദ്യമേ തന്നെ നോക്കുക, ഇത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ അതിൻ്റെ ബാക്ക് കണ്ടാവും. നമ്മളിത് സ്ക്രൂ ലൂസ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്കിൽ കാണുന്ന ഹോളുകളുണ്ട്. ആ ഹോളുകളിലേക്കാണ് നമ്മൾ വയർ കാര്യങ്ങൾ വെച്ചതിന് ശേഷം സ്ക്രൂ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ ടൈറ്റായിട്ട് ഇരിക്കുന്നു. അതുപോലെ തന്നെ താഴെയും കാണുന്നുണ്ട്, താഴത്ത് പാത്രമുണ്ട്. താഴെയും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഓൺ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇത് RCCBയുടെ ഓൺ ഓഫ് ബട്ടണാണ് ഈ കാണുന്നത്. അപ്പോൾ ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഓൺ ചെയ്യാം. ഇനി അതല്ല, ട്രിപ്പ് ആവുന്ന സമയത്ത് ഇതേപോലെ പെട്ടെന്ന് ട്രിപ്പ് ആവും. അതായത് എന്തെങ്കിലും എർത്തിങ്ങോ ഷോർട്ടോ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ട്രിപ്പ് ആവും. അതിന് ആ ട്രിപ്പ് ആവുന്ന ഓപ്ഷനാണിത്. പിന്നെ ഈ കാണുന്ന ടെസ്റ്റ് ബട്ടൺ കണ്ടോ, അത് 1 മന്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ട് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ നമ്മൾ ട്രിപ്പിങ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഇതിങ്ങനെ അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസും, അത് മാത്രമല്ല RCCB വർക്കിംഗ് ആണോ എന്ന് പോലും കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മാസത്തിൽ നമ്മൾ മാനുവലായിട്ട് ട്രിപ്പ് ആവുന്നില്ലെങ്കിൽ കൂടിയും, ട്രിപ്പ് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയും, അതായത് നമ്മൾ ജസ്റ്റ് ആ ഒരു മന്തിലി ഒരു പ്രാവശ്യമെങ്കിലും ടെസ്റ്റ് ബട്ടൺ അടിച്ച് അത് ട്രിപ്പിങ് ചെറുതായിട്ട് ആക്കി നോക്കണം എന്നാണ് കമ്പനി പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ RCCBനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന കറണ്ട് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മളിത് കറക്റ്റല്ല, പ്രോപ്പറായിട്ടല്ല ഇത് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അപകടങ്ങൾ കാര്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഒരു മാസത്തിലെങ്കിലും ടെസ്റ്റ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഇൻപുട്ട് കാര്യങ്ങളൊക്കെ താഴെ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ 3 ഫേസ് താഴെ കൊടുക്കും, ഒരു ന്യൂട്രും കൊടുക്കും. അതിൻ്റെ ഔട്ടായിട്ട് വരുന്നത് 3 ഫേസും നേരെ ഒരു ന്യൂട്രും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോർമൽ ലെവലിൽ RCCB കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് വരുന്നത്. നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ 40 ആംപിയർ കൊടുക്കാറുണ്ട്, 63 ആംസും കൊടുക്കാറുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ DBനെ കുറിച്ചിട്ടും അതായത് RCCBനെ കുറിച്ചിട്ട് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുമാത്രമല്ല, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്നില്ല, ഒരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഇനി ഇതിൻ്റെ DBനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണോ, അതായത് DB ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.